നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വയനാട്ടിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് പോയതാണ് സിസ്റ്റർ. ഇപ്പോൾ മാനസിക നില തെറ്റിയ സിസ്റ്ററിനെ വേണ്ടെന്നുപേക്ഷിച്ച് സഭ രംഗത്തെത്തി. അങ്ങനെ മാനസിക നില തെറ്റിയ സിസ്റ്ററിനെ സഭ വേണ്ടെന്നുപേക്ഷിച്ചപ്പോൾ എവിടെയെന്ന് തിരക്കി കുടുംബം രംഗത്തെത്തി. 15 വർഷങ്ങൾക്ക് മുമ്പാണ് സഭാ സേവനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോയ സിസ്റ്റർ ദീപ ജോസഫ് ഒറ്റപ്പെട്ട് കഴിയുകയാണെന്ന് കുടുംബം വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. സിസ്റ്റർ ദീപയ്ക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടെന്നും സഭ സഹായം നൽകണമെന്നും കുടുംബം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. മാനന്തവാടി നിരവിൽപ്പുഴ കല്ലറ ജോസഫിന്റെ മകൾ സിസ്റ്റർ ദീപയ്ക്കാണ് ഈ ദുരവസ്ഥ നേരിടേണ്ടി വന്നതെന്ന് ഒരു പ്രമുഖ വാർത്താ ചാനൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആരോട് എവിടെയാണ് പോയി സഹായം തേടേണ്ടതെന്ന് അറിയില്ലെന്ന് ജോസഫ് പറയുകയുണ്ടായി. മാനന്തവാടി രൂപത ആസ്ഥാനത്ത് സിസ്റ്റർ ദീപയുടെ കുടുംബം ശ്രദ്ധ ക്ഷണിക്കൽ സമരം നടത്തേണ്ട അവസ്ഥ വരെ എത്തിയിരിക്കുകയാണ്. കാത്തലിക് ലേമൻസ് അസോസിയേഷൻ സിസ്റ്റർ ദീപയ്ക്ക് സഹായവുമായി മുന്നോട്ടും വന്നിട്ടുണ്ട്. 2003 34 വയസ്സുള്ളപ്പോഴാണ് സിസ്റ്റർ ദീപ മക്കിയാട് കോളാസ്റ്റിക്കൽ കോൺവെന്റ് അംഗമായിരിക്കുമ്പോൾ ഇംഗ്ലണ്ടിലേക്ക് പോയത്. ബെനഡിക്റ്റൻ കോൺഗ്രിഗേഷന്റെ ഗ്ലോക്സ്ഷെയർ മഠത്തിലേക്കാണ് സിസ്റ്റർ ദീപ പോയത്. എന്നാൽ സഭാധികാരികൾ മകളെ മാനസികമായി തളർത്തിയെന്നും ആരും സിസ്റ്ററുടെ സഹായത്തിനില്ലെന്നും പിതാവ് ജോസഫ് ആരോപിക്കുകയുണ്ടായി. എന്നാൽ സിസ്റ്റർ ദീപ 7 വർഷം മുമ്പ് മഠം വിട്ടു പോയെന്നാണ് അധികൃതർ പറയുന്നത്. ഇപ്പോൾ കുടുംബം നടത്തുന്നത് രൂപതയെയും മഠത്തെയും അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമാണെന്നും സഭാധികൃതർ പ്രതികരിച്ചു. അതിനിടെ സഭയ്ക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടുള്ള സിസ്റ്റർ ലൂസി കളപ്പുരയുടെ ആത്മകഥ ഇന്ന് പ്രകാശനം ചെയ്യവേയിരിക്കെയാണ് ഈ വിഷയവും ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഇതേ തുടർന്ന് കുടുംബം രംഗത്തെത്തിയതോടെ സിസ്റ്റർ ദീപയുടെ തിരോധാനം എന്തായെന്ന ആശങ്കയിലാണ് പ്രവാസ ലോകവും. പ്രവാസ ലോകത്തോട് അവർ ചോദിക്കുകയാണ്, എന്റെ മകളെ ഒന്ന് കാണിച്ചു തരാമോ? കർത്താവിന്റെ നാമത്തിൽ എന്ന പേരിൽ പുറത്തിറങ്ങുന്ന ആത്മകഥയിലെ വെളിപ്പെടുത്തലുകൾ ഇതിനോടൊപ്പം തന്നെ ചർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ്. എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടക്കുന്ന ചടങ്ങിൽ എഴുത്തുകാരായ സാറ ജോസഫ്, ബെന്യാമിൻ, സന്തോഷ് ഏശികാനം തുടങ്ങിയവർ പങ്കെടുക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. പൗരോഹിത്യവത്കരിക്കപ്പെട്ട ക്രിസ്തീയ വിശ്വാസങ്ങളുടെ പൊളിച്ചെഴുത്തിന് കാലമായെന്നാണ് താൻ കരുതുന്നതെന്നാണ് സിസ്റ്റർ ലൂസി കളപ്പുര പുസ്തകത്തിന്റെ ആമുഖത്തിൽ കുറിക്കുന്നത് തന്നെ. സഭയിലെ പുരുഷ മേൽക്കോയ്മയുടെയും പുരോഹിതരുടെ ആധിപത്യത്തിന്റെയും ചവിട്ടിടയിൽ അമർന്ന് കന്യാസ്ത്രീകളുടെ ജീവിതങ്ങൾ വഴിവിളക്കായി മാറണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ഈ ജീവിതകഥ സന്യസ്തതയിലേക്ക് വലിച്ചിഴക്കപ്പെട്ട മുഴുവൻ ദേവദാസിമാരുടെയാണെന്നും സിസ്റ്റർ ലൂസി കളപ്പുര പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.